നമ്മുടെ മക്കളോട് എയർക്രാഫ്റ്റ് കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി റൈറ്റ് ബ്രദേഴ്സായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നായിരിക്കും. എന്നാൽ ഇത്തരമൊരു കണ്ടുപിടുത്തം അവർ നടത്തുന്നതിന് മുൻപ് ഇതിലേക്ക് കാലെടുത്ത് വെച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. മുസ്ലിം സ്പെയിനിൽ ജീവിച്ച് മരിച്ചുപോയ അബ്ബാസ് ബിനു ഫിർനാസ് എന്ന മുസ്ലിം പണ്ഡിതൻ. അദ്ദേഹം AD 810 ജനിക്കുന്നത്. AD 887 അദ്ദേഹം മരണപ്പെടുന്നത്. ചെറുപ്പം മുതൽക്കേ അദ്ദേഹത്തിന് ഫിസിക്സിനോടും മാത്സിനോടും വലിയ താല്പര്യമായിരുന്നു. മാത്രവുമല്ല, വലിയ വലിയ പക്ഷികൾ പറക്കുന്നത് നിരീക്ഷിക്കൽ അദ്ദേഹത്തിൻ്റെ പതിവുമായിരുന്നു. ഇത്തരം പക്ഷികൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ചും അതിൽ വായുവിനുള്ള സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം പഠിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ ഫലമായി അദ്ദേഹം സ്വന്തം ശരീരം കൊണ്ട് വായുവിലൂടെ പറന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. അതിനെക്കുറിച്ച് ചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ മുതുകിൽ ചിറകുകൾ കെട്ടിവെച്ചിരുന്നു. എന്നിട്ട് അന്തരീക്ഷത്തിലൂടെ കുറച്ച് സമയം അദ്ദേഹം പറക്കുകയും ചെയ്തു. പക്ഷേ ലാൻഡിങ്ങിൽ ബാലൻസിന് വേണ്ടി വെക്കാറുള്ള ഒരു ചിറക് വെക്കാൻ മറന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ ലാൻഡിങ്ങിനിടെ ഒരു ക്ഷതം സംഭവിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് രോഗം വരികയും അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ മുസ്ലിമീങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.